വളരെ വൈകിയ വേളയിൽ ഇനിയും സംസാരങ്ങൾ കേൾക്കാൻ എത്ര പേർക്ക് ക്ഷമയുണ്ടാകുമെന്ന് അറിയില്ല. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. നമ്മൾ ഏകദേശം 3 മണി മുതൽ 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അതിക്രമങ്ങളുടെ വയലൻസിന്റെ വിവിധ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിദഗ്ധർ മേഖലകളിൽ ഇടപെടുന്നവർ വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമുക്ക് ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ തന്നെ നമ്മളെ വളരെ ഗൗരവമായ ഒരു അന്വേഷണത്തിലേക്ക് എത്തിച്ച ഒരു സമയമാണ്. ആ സമയത്താണ് നമ്മൾ നാട്ടിലെയും കുന്നത്തെയും ആ ഒരു പ്രചോദനത്തിലേക്ക് നിൽക്കുന്നത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ മുതൽ ആലോചിക്കുകയായിരുന്നു, എപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ് ഘടനാപരമായ അതിക്രമങ്ങളെ കുറിച്ച്. ഈ ഘടന ആരുടെ മേലാണ് അതിക്രമങ്ങൾ എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോമിനന്റ് സ്ട്രക്ചർ ആരുടെ മേലാണ് അതിക്രമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ ഏറിയ പങ്കും സൂക്ഷ്മതല വിശകലനങ്ങളിലേക്കും അനുഭവങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. ഈ ഒരു ഘടനയുടെ ഭാഗമായി അതിക്രമങ്ങളെ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളത് തന്നെ വളരെ പ്രധാനമാണ്. നമ്മൾ ലൈംഗിക അതിക്രമങ്ങളും സെക്ഷൽ ഹറാസ്മെന്റ്, അതോടൊപ്പം തന്നെ ഏറ്റവും ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസ്, അങ്ങനെ പലതരത്തിലുള്ള വയലൻസ്, റേപ്പ്, ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതോടൊപ്പം തന്നെ രൂക്ഷമായ അതിക്രമങ്ങൾ, മറ്റു തരത്തിലുള്ള അതിക്രമങ്ങളെ, പ്രത്യേകിച്ചും ഒരു ആൺകോയ്മ വ്യവസ്ഥയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ജാതി വ്യവസ്ഥയ്ക്കുള്ളിൽ നിൽക്കുന്ന സമൂഹം എങ്ങനെയാണ്, ആരുടെ മേലാണ് ഈ അതിക്രമങ്ങൾ ഏത് തരത്തിലാണ് ഏറ്റവും അധികം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പലപ്പോഴും നമുക്ക് ചിന്താവിഷയമാണ്. ഞാൻ ഇവിടെ നിന്ന് നേരത്തെ ആശ്രയിച്ചപ്പോഴും ഞാൻ സംസാരിക്കുകയായിരുന്നു. നമുക്ക് എല്ലാവർക്കും പറയാൻ, ശരി, ഒരു പെർപെട്രേറ്റർ ഉണ്ട്, ഇയാളാണ്, ഇവിടെയാണ് സംഭവിച്ചത്, ഇതൊക്കെ പറയാൻ ഒരുപാട് നമുക്ക് അതിനുള്ള ശേഷിയും അതിനുള്ള ഇടങ്ങളും പല സമയത്തും നമുക്ക് അത്രയെങ്കിലും ഉള്ളപ്പോൾ ഈ ഒരു ശേഷിയും ഇല്ലാത്ത ഭൂരിഭാഗം ആളുകളുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം, ഞങ്ങൾ പലപ്പോഴും ഏറ്റെടുക്കുന്ന വിഷയമാണ് പ്രത്യേകിച്ചും ഒരു വീട്ടിനുള്ളിൽ നിൽക്കുന്ന ഒരു ഗാർഹിക തൊഴിലാളിയുടെ അനുഭവങ്ങൾ. പലപ്പോഴും ഇത് രേഖപ്പെടുത്താൻ പോസ്റ്റ് ആക്ടിൽ ഗാർഹിക തൊഴിലാളിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആരാണ് ഗാർഹിക തൊഴിലാളി, അവർക്ക് എങ്ങനെ പരാതി കൊടുക്കാം. പക്ഷെ എത്ര ഗാർഹിക തൊഴിലാളികളാണ് പോസ്റ്റ് ആക്ടിന്റെ ക്രമം അനുസരിച്ച് പരാതി കൊടുത്തിട്ടുള്ളതെന്ന് ആലോചിച്ചാൽ നമുക്കറിയാം എത്രമാത്രം ഘടനാപരമായ അതിക്രമം സമൂഹത്തെ വിഭജിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. കാരണം നമ്മുടെ വീട് ഏറ്റവും സ്വകാര്യ ഇടം, ആ വീട്ടിനുള്ളിൽ നിൽക്കുന്ന, ആ വീട്ടിനുള്ളിൽ നമുക്ക് സേവനങ്ങൾ നിർവഹിക്കുന്ന ഒരാള് അതിക്രമങ്ങൾക്ക്, അത് ഒരു തരത്തിലുള്ള അതിക്രമങ്ങൾ, അത് സെക്ഷൽ അതിക്രമങ്ങൾ മാത്രമാണെന്നില്ല. രാത്രിയിൽ മുഴുവൻ ബാത്റൂമിൽ പോകാൻ വിടാതെ, ഞങ്ങളുടെ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റില്ല, നിങ്ങൾ വേണമെങ്കിൽ ഒരു മഗ് വെച്ചിട്ട് മൂത്രം ഒഴിച്ചു എന്ന് പറയുന്നത് ഒരു വയലൻസ് ആണ്. ഈ വയലൻസ് നമ്മൾ എത്രമാത്രം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പാടില്ല, നിങ്ങൾ മൂത്രം ഒഴിക്കണേ, നിങ്ങളൊരു മഗ് വെച്ചിട്ട് രാത്രി മൂത്രം ഒഴിച്ചോ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് അതിക്രമമാണോ? നമ്മൾ ആ രീതിയിൽ അതിക്രമങ്ങളെ വിശകലനം ചെയ്തിട്ടുള്ളൂ. അതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ വീണ്ടും നമ്മൾ ഇന്റിമേറ്റ് പാർട്ട്ണർ വയലൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വീട് തൊഴിലിടമായി ഒരുപാട് സ്ത്രീകൾ ഇന്ന് ലോകം മുഴുവനും, പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വീട് തൊഴിലിടം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ വീടിനുള്ളിൽ ഈ പറഞ്ഞതുപോലെ ഗാർഹിക അതിക്രമങ്ങളും അതുപോലെ തന്നെ തൊഴിൽ അതിക്രമങ്ങളും തമ്മിൽ നേരിയ അതിർവരമ്പുകൾ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ നാരോ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ആ ഗ്യാപ്പിനുള്ളിൽ എന്റെ തയ്യൽ മെഷീൻ നശിപ്പിക്കുന്ന എന്റെ ഭർത്താവ് അത് എന്നോട് കാണിക്കുന്നത് ഗാർഹിക അതിക്രമമാണോ അതോ എന്റെ തൊഴിലിടത്തെ അതിക്രമമാണോ? ഈ ചോദ്യം ആര് എവിടെ ഉന്നയിക്കുന്നു എന്നുള്ളത് പലപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഇല്ല. ഇത് പോസ്റ്റ് ആക്ടിന്റെ പരിധിയിലാണോ പെടുന്നത് അതോ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ പരിധിയിലാണോ പെടുന്നത്? നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. എവിടെയാണ് ഇത്തരത്തിലുള്ള ഘടനാപരമായ അതിക്രമങ്ങളെ വിശകലനം ചെയ്യാനുള്ള ഒരു ടൂള് നമുക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രം ഉള്ളത് എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വിഷയമാണ്. പ്രത്യേകിച്ചും ഏറ്റവും സാധാരണക്കാരായ തൊഴിലാളികളുടെ വിഷയങ്ങൾക്ക് വേണ്ടി അന്താരാഷ്ട്ര നിയമനിർമ്മാണ പ്രക്രിയകളിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധം അതിക്രമങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് എന്നതിന് സംശയമില്ല.
അതിക്രമങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിക്രമങ്ങളെ കുറിച്ചുള്ള നിയമനിർമ്മാണങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ, അതിക്രമങ്ങളെ നിർവചിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ആ അതിക്രമങ്ങൾ എവിടെ ഉണ്ടാകുന്നു എന്ന് പറയാൻ പലപ്പോഴും അതിക്രമങ്ങളെ കുറിച്ച് നിയമനിർമ്മാണം നടക്കുന്നവർക്ക് പലപ്പോഴും ക്ലാരിറ്റി ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. നമ്മൾ കേട്ട കഥയാണ് മഹാരാഷ്ട്രയില് ഈ കരിമ്പിൻ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന സ്ത്രീകള് അതിലേക്ക് കൃത്യമായി അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് പണിയെടുക്കുന്നതിന് വേണ്ടി, പണികൾ നടക്കുന്നതിന് വേണ്ടി സ്ത്രീകളുടെ ഗർഭപാത്രങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് പണിസ്ഥലത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് അവിടുത്തെ മാത്രം സിറ്റുവേഷൻ അല്ല, ഇവിടെ സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നടക്കുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ നടക്കുന്നുണ്ട്. ഇത്തരം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇത്തരം പല സ്ഥലങ്ങളിലും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേതനം നിഷേധിക്കപ്പെടുമ്പോൾ, തുല്യ ജോലിക്ക് തുല്യ വേതനം നിഷേധിക്കപ്പെടുമ്പോൾ, നേരത്തെ അഡ്വക്കേറ്റ് സ്വപ്ന പറഞ്ഞു നമ്മള് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ വിഷയങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വർഷം ഇവിടെ വൈറ്റിലയിലെ ഒരു ഫ്ലാറ്റില് ഗാർഹിക തൊഴിൽ നിന്ന 21 വയസ്സുള്ള ഒറീസക്കാരിയായ ഒരു പെൺകുട്ടിയെ ആ വീട്ടിന്റെ ഉടമസ്ഥൻ റേപ്പ് ചെയ്ത ആ സംഭവം, അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി. പക്ഷേ പൊതു മനസാക്ഷിയുടെ പ്രതികരണം അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നത്. നമ്മൾ ആർക്കു വേണ്ടിയാണ് പ്രതികരിക്കുന്നത്, ആരോടൊപ്പമാണ് നിൽക്കുന്നത്, ആർക്കു വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനത്തിൽ നമ്മുടെ പങ്കാളിത്തമുണ്ടെന്നുള്ളതെല്ലാം ഘടനാപരമായ അതിക്രമങ്ങളുടെ നിർണയത്തിൽ വളരെ പ്രധാനമാണ്. അങ്ങനെ ചെയ്തിടാനും വളരെ പ്രായമുള്ള മനുഷ്യനാണ്, സർക്കാർ വളരെ ഉയർന്ന പദവിയിൽ വഹിച്ചിട്ടുള്ളതാണ്, രാഷ്ട്രീയമായി പലതരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തി അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വലിയൊരു കൂട്ടം ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ അഡ്വക്കേറ്റ് സന്ധ്യരാജിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു ടീമായി പ്രവർത്തിച്ച് അദ്ദേഹത്തെ 2 മാസക്കാലമെങ്കിലും ജയിലിടാനായിട്ട് എനിക്ക് സാധിച്ചു. എന്നാൽ ഇപ്പോഴും അതിന്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ ഇപ്പോഴും കൊടുക്കാൻ പോലീസുകാർ ബുദ്ധിമുട്ടുകയാണ്. കാരണം സ്വാധീനമുള്ളയാളാണ്. എവിടെ പോയി ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? ആ കുട്ടി ഏത് സമൂഹത്തിൽ നിന്ന് വരുന്നതാണ്? എന്തുകൊണ്ടാണ് അവര് ഇങ്ങനെയുള്ള ഒരു സാമൂഹ്യ അവസ്ഥയെ, പ്രത്യേകിച്ചും നമ്മൾ കേരളത്തെ കുറിച്ച് ഇങ്ങനെ തൊഴിൽ മേഖലകളെ പ്രബുദ്ധതയെ കുറിച്ചും ഒക്കെ പ്രതിപാദിക്കുമ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ എത്തിപ്പെടുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ ഇത് ഒരു വിഷയമല്ല. ഇത്തരത്തിലുള്ള കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയിൽ ഏകദേശം 5 സംഭവങ്ങളെങ്കിലും ഇത്തരത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ. അവസാനം സംഭവിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ അക്യൂസ്ഡ് ആയിട്ട് പ്രതികള് അവരുടെ വീടുകളിൽ നേരിട്ടെത്തി 1-2 ലക്ഷം രൂപ കൊടുത്ത് അവരുമായി സെറ്റിൽ ചെയ്ത് അവരെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവിടും. പ്രശ്നങ്ങൾ അവസാനിച്ചു. നീതിന്യായ വ്യവസ്ഥയിൽ ഈ വിഷയങ്ങൾ ആരോടൊപ്പം നമ്മൾ നിൽക്കുന്നു എന്ന്, നീതിന്യായ വ്യവസ്ഥ ആരോടൊപ്പമാണ് എന്ന് ചോദിക്കുമ്പോൾ ആരോടൊപ്പമാണെന്നതിനപ്പുറം വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രബലതയുടെ ഒരു കപടത നടിച്ചുകൊണ്ട് ഈ കേസുകൾ ഒതുക്കി തീർക്കുന്നതാണ് ഞങ്ങൾ എപ്പോഴും അനുഭവിക്കുന്ന അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ലോക സാഹചര്യങ്ങൾ. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്താരാഷ്ട്ര നിയമനിർമ്മാണ പ്രവർത്തനങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിരോധങ്ങൾ വരുന്നത്. കുടിയേറ്റ തൊഴിലാളികളെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, അവർക്ക് നിയമം ഉണ്ടാകാൻ പാടില്ല, നിയമനിർമ്മാണത്തിൽ ഞങ്ങൾ എതിരാണെന്ന് പറയുന്ന ഒരു ആഗോള സമൂഹം, അത് ഗവൺമെന്റുകളാകാം, തൊഴിൽദാതാക്കളുടെ സമൂഹമാകാം, സിവിൽ സൊസൈറ്റി ആകാം, ഇത്തരം സമൂഹങ്ങളിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് നിയമനിർമ്മാണം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത് വേറെ പരാമർശിക്കപ്പെടാതെ പോയ ഒരു വിഷയം കൂടിയാണ്. അതിൽ തന്നെ ലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ വിഷയങ്ങൾ കൃത്യമായി എതിർപ്പുകൾ ഉണ്ടാകുന്ന മറ്റൊരു മേഖലയും കൂടിയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകളെ അവരെ തൊഴിലാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അതിക്രമങ്ങളെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ കൊണ്ടുവരരുത് എന്നുള്ളത് ഓരോ പ്രാവശ്യവും ഇതെടുത്തിടുമ്പോൾ ഒരുമിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് ഓൺ ബിഹാഫ് ഓഫ് 56 ആഫ്രിക്കൻ കൺട്രീസ് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ LGBTQI എന്നുള്ള പദം ഈ നിയമനിർമ്മാണത്തിൽ രേഖപ്പെടുത്താൻ തയ്യാറല്ല എന്ന് ഓരോ പ്രാവശ്യവും അടിവരയിട്ട് പറയപ്പെടുകയാണ്. ഇതാണ് അതിൻ്റെ കൂടെ ഇന്ത്യ ചേരും, അതിലൂടെ ബംഗ്ലാദേശ് ചേരും, അതിലൂടെ പാകിസ്ഥാൻ ചേരും, അതിലൂടെ ശ്രീലങ്ക ചേരും. ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള വയലൻസ് എങ്ങനെയാണ്
ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സമൂഹങ്ങളിലേക്ക് നിയമത്തിന്റെ ഭാഗമായി എത്തപ്പെടുന്നു എന്നുള്ളത് ഏറെ നാളായി വീക്ഷിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ഇതിന്റെ ഭാഗമായി എതിർക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളെക്കാൾ പ്രബലമായ സമൂഹം അത് എങ്ങനെയാണ് നേരിടുന്നത് എന്നുള്ളത് നോക്കി നിസ്സഹായരായി നിൽക്കുന്ന സാഹചര്യമാണ് പലപ്പോഴും നമുക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തൊഴിലിടങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ കൃത്യമായ 4 ചുവരുകൾക്കുള്ളിൽ വ്യവസ്ഥാപിതമായി നിർവചിക്കപ്പെട്ട തൊഴിലിടങ്ങളായിരിക്കില്ല, പൊതുസ്ഥലങ്ങൾ തൊഴിലിടങ്ങളായിരിക്കുന്ന ഇടങ്ങൾ. പലപ്പോഴും നമ്മൾ മത്സ്യത്തൊഴിലാളികളെ സ്ത്രീകളെ കുറിച്ച് പറയും. തിരുവനന്തപുരത്ത് മത്സ്യേച്ചിയുമായിട്ടൊക്കെ നമ്മളെപ്പോഴും ഒരുപാട് വർഷമായി ചരിത്ര മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഈ സ്ത്രീകൾ വളരെ റഫായി സംസാരിക്കുന്നവരാണ്. അവർ വളരെ മോശമായ ഭാഷ ഉപയോഗിക്കും. പക്ഷേ അത്തരം മോശമായ ഭാഷ ഉപയോഗിച്ച് അത്തരം റഫായ രീതിയിൽ പൊതുസമൂഹത്തോട് ഇടപെട്ടില്ലെങ്കിൽ അവർക്ക് ആ സ്ഥലത്തിരുന്ന് കച്ചവടം നടത്താൻ പറ്റില്ല. ഇവര് വെളുപ്പിനെ 3 മണി മുതൽ രാത്രി 12 മണി വരെ ഇരിക്കുമ്പോൾ നമ്മുടെ പൊതുവിടം സുരക്ഷിതമാണോ എന്ന ചോദ്യം നമ്മൾ പലപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ പൊതുവിടത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സ്ത്രീ തൊഴിലാളികളെ കുറിച്ച് ആര് സംസാരിക്കുന്നു? അവരുടെ അവകാശങ്ങൾ, അവരെങ്ങനെയാണ് അതിക്രമങ്ങളെ നേരിടുന്നത്? എത്ര LC-കളിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട്? എവിടെയൊക്കെ ഏത് പോലീസ് സ്റ്റേഷനുകളിൽ അവർക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട്? എത്ര പോലീസ് സ്റ്റേഷനിൽ ആരവർക്ക് പിന്തുണയുമായി പോകുന്നു? ഇതൊക്കെ ഒരുപാട് കാലങ്ങളായി നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. അതിക്രമങ്ങൾ ജസ്റ്റ് ഒരു വളരെ വളരെ നാലോയായ ഇടുങ്ങിയ ഒരു ചിന്തയിലൂടെ മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കാനായി പലപ്പോഴും സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അതിക്രമങ്ങളുടെ സങ്കീർണത, അത് എവിടെയാണ് സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ്, ആർക്കാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ്, പ്രതിരോധിക്കാനുള്ള അത് ഇടമാകാം, പ്രതിരോധിക്കാനുള്ള ശേഷിയാകാം, പ്രതിരോധിക്കാനുള്ള കമ്മ്യൂണിറ്റി ആകാം. ആ കമ്മ്യൂണിറ്റിയെ കെട്ടിപ്പടുത്താനുള്ള നമ്മുടെ ശ്രമങ്ങൾ വളരെ വളരെ സന്തോഷമാണ്. നമുക്ക് ഇത്തരത്തിലുള്ള വേദികൾ, കമ്മ്യൂണിറ്റികൾ പല സമയങ്ങളിൽ ഓരോ വിഷയങ്ങളിന്മേൽ ഉണ്ടായി വരുന്നുണ്ട്. അവൾക്കൊപ്പം നമ്മളുണ്ട്, എല്ലാവർക്കും ഒപ്പമുണ്ട്. ആശ്രയിച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, സിസ്റ്റേഴ്സിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നു. പല സമൂഹത്തിൽ പല കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രതിരോധങ്ങൾ രൂപപ്പെട്ടു വരുന്നു. പക്ഷേ ഈ പ്രതിരോധങ്ങളുടെ ഒന്നും ഉള്ളിൽ പെടാതെ പോകുന്ന നിരവധി സംഭവങ്ങൾ, നിരവധി ഇടങ്ങൾ, പൊതു ഇടങ്ങൾ, അതുപോലെ തന്നെ എല്ലാ പലതരത്തിലുള്ള തൊഴിലുകൾ ചെയ്യുന്നു. ഇന്നലെ ഞാനൊരു റിപ്പോർട്ട് വായിക്കുകയുണ്ടായി. ഇന്ത്യയിലെ കാർഷിക മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഘടനാപരമായ വയലൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ടോ, സാധിച്ചിട്ടുണ്ടോ? കാർഷിക മേഖലയിലെ സ്ത്രീകൾക്ക് ഘടനാപരമായ അതിക്രമങ്ങൾ അവരുടെ മേലുണ്ടോ? അവർക്ക് ഭൂമിയിന്മേലുള്ള അവകാശമില്ലായ്മ ഘടനാപരമായ അതിക്രമമല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. ഭൂമിയിന്മേൽ അവർക്ക് അവകാശമില്ലാതായി പോകുമ്പോൾ സംഭവിക്കുന്നത് അവർ കടക്കെണിയിലാകുന്നു, തൊഴിൽ നഷ്ടപ്പെടുന്നു, അവരുടെ ജീവിതം വളരെ മോശമായ ജീവിത സാഹചര്യങ്ങളാകുന്നു. 20-24 മണിക്കൂർ, അതായത് ഉറങ്ങാൻ പോലും പറ്റാതെ തുടർച്ചയായി സീസണൽ സമയത്ത് അവർ പണിയെടുക്കാൻ നിർബന്ധിതരാകുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു, അവരുടെ പ്രത്യുൽപാദന ശേഷിയെ ബാധിക്കുന്നു. അങ്ങനെ തുടങ്ങി ആ ഘടനയിൽ നിന്ന് തുടങ്ങി ശരീരത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരു അതിക്രമങ്ങളുടെ ഒരു ചാക്രിക രൂപം തന്നെ ഈ കാർഷിക മേഖലയിലെ സ്ത്രീകൾക്ക് ഓരോ നിമിഷവും ഇന്ത്യയിലെ ഓരോ കർഷക സ്ത്രീയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഇതാണ്. ഇത് മത്സ്യത്തൊഴിലാളി സ്ത്രീയാകട്ടെ, കാർഷിക മേഖലയിലെ സ്ത്രീയാകട്ടെ, ഗാർഹിക ജോലി ചെയ്യുന്ന സ്ത്രീയാകട്ടെ, കുടിയേറ്റം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് GCC രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. വീടിനുള്ളിൽ നിന്ന് മുതലാളിമാര് തേപ്പ് പെട്ടി കൊണ്ട് തേച്ച് പൊള്ളിച്ച്, അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാതെ മണിക്കൂറുകളിൽ വീട്ടിൽ അടച്ചിട്ട് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം കൊടുക്കാതെ എങ്ങനെയെങ്കിലും അവിടുന്ന് ചാടി പുറത്തു വന്നിട്ടുള്ള എത്രയോ സ്ത്രീകളുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും സ്ത്രീകൾ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ഈ പറഞ്ഞ അതിക്രമങ്ങളുടെ നീണ്ട നിര തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. ഘടനാപരമായ അതിക്രമങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ
ഏത് തരത്തിലാണ് അവതരിപ്പിക്കേണ്ടത്, ഏത് കോടതിയുടെ മുൻപിലാണ്, ഏത് ഘടനയിലാണ് അവതരിപ്പിക്കപ്പെടേണ്ടത്, ഇന്ന് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിൽ അവർ ഉൾക്കൊള്ളപ്പെടുന്നുണ്ടോ, അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ, നിയമത്തിന്റെ നൂലാമാലകൾക്കുള്ളിൽപ്പെട്ട് അവർ പലപ്പോഴും പുറത്തു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് വളരെ സൂക്ഷ്മമായി കാണാൻ സാധിക്കും. ICL പരാതി നൽകുന്ന ഒരു സ്ത്രീ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ LCയിൽ പരാതി പോലും കൊടുക്കാൻ പറ്റാത്ത തരത്തിൽ ഇന്ത്യയിലെ അസംഘടിതരായ സ്ത്രീ തൊഴിലാളികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ, നേരത്തെ മോഹൻ ഗോപാൽ സാർ പറഞ്ഞ പോലെ നിയമമുണ്ട്, നിയമവ്യവസ്ഥകൾ അത് സ്ത്രീകൾക്കൊപ്പമാണോ, എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടോ, ഏത് സ്ത്രീകൾക്കൊപ്പം നിന്നാണ് നമ്മൾ അവരുടെ ആവശ്യങ്ങളിൽ, അതിക്രമങ്ങളിൽ അവരെ പിന്തുണയ്ക്കാനായി നമുക്ക് സാധിക്കുന്നത്? അത്തരം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന്റെ പ്രശ്നമായി മാറുന്നുണ്ടോ? സ്വകാര്യ ഇടനിർമ്മിതിക്കുള്ളിൽ ഇവരുടെ പ്രശ്നങ്ങൾ നമുക്ക് പലപ്പോഴും പൊതു വിഷയങ്ങളായി ഉയർത്തപ്പെടുത്താനുള്ള സാഹചര്യം ഇന്ത്യയിലെ ഈ ന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ നമുക്ക് സാധ്യമാക്കാൻ പറ്റുമോ? അത്തരം കൂട്ടായ്മകൾ, അത്തരം പിന്തുണകൾ, അത്തരം പ്രതിരോധങ്ങൾ ഇനിയും ഇവിടെ ഉയർന്നു വരേണ്ടതില്ലേ? ആരാണ് അത് ഉയർത്തേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ഉയർത്താൻ സാധിക്കുക? അത്തരം പ്രശ്നങ്ങളിൽ വളരെ തീക്ഷ്ണമായ നിലപാടുകൾ നമ്മൾ എടുത്തില്ലെങ്കിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകളുടെ, ഏറ്റവും സാധാരണക്കാരായ സ്ത്രീ തൊഴിലാളികളെ നമ്മൾ ഈ നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അനുവദിക്കില്ല, അനുവദിക്കാൻ പാടില്ല, അവരുടെ ഒപ്പം നിന്നേ പറ്റൂ എന്നുള്ളതാണ് എനിക്ക് അത്തരം മേഖലയിൽ പ്രവർത്തിക്കുന്ന ദീർഘനാളായി അനുഭവങ്ങൾ, പ്രതിരോധങ്ങൾ തീർക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ ഒരു സമൂഹത്തിന് മുന്നിൽ വെക്കാനുള്ളത്. നന്ദി.